മക്കളെ, നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യന് മുമ്പ് സാർ ഒരു 2-3 പോയിന്റ്സ് പറയാം. നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള വീഡിയോയിൽ നമ്മൾ കണ്ടതാണ് ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ. ലീനിയർ എന്ന് പറഞ്ഞാൽ ഡിഗ്രി 1 ആയിരിക്കണം, ക്വാഡ്രാറ്റിക്കിൽ ഡിഗ്രി 2 ആയിരിക്കണം, ക്യൂബിക്കിൽ ഡിഗ്രി 3 ആയിരിക്കണം. ഈ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് ലീനിയർ, ക്വാഡ്രാറ്റിക് ആൻഡ് ക്യൂബിക് പോളിനോമിയൽസ്. നമുക്കിത് ഓരോന്നും നോക്കാം. ഈ പോളിനോമിയൽ, നമുക്ക് ആദ്യത്തെ പോളിനോമിയൽ, ഇത് ഏത് ടൈപ്പ് പോളിനോമിയലാണ്? ഇതിൻ്റെ ഡിഗ്രി 2 ആണ്, അതുകൊണ്ട് നമുക്ക് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ. ഇവിടെയാണെങ്കിലോ ഡിഗ്രി 3 ആണ്, ക്യൂബിക് പോളിനോമിയൽ. ഡിഗ്രി 2 ആണ് ക്വാഡ്രാറ്റിക്, ഡിഗ്രി 1 ആണ്. ഡിഗ്രി 1 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? ലീനിയർ പോളിനോമിയൽ. ഇവിടെ ഡിഗ്രി 1 ആണ് ലീനിയർ പോളിനോമിയൽ, ഡിഗ്രി 2 ആണ് ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ഡിഗ്രി 3 ആണ് ക്യൂബിക് പോളിനോമിയൽ. അപ്പോൾ ഓരോന്നിൻ്റെയും ഡിഗ്രി അനുസരിച്ചാണ് നമ്മൾ പോളിനോമിയൽസിനെ നമുക്ക് ലീനിയർ പോളിനോമിയൽ, ക്വാഡ്രാറ്റിക് പോളിനോമിയൽ, ക്യൂബിക് പോളിനോമിയൽ ഇങ്ങനെ തിരിക്കാം. അതുപോലെ നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ വേറൊരു കാര്യം കൂടി പറയുന്നുണ്ട്, മോണോമിയൽ, ബൈനോമിയൽ, ട്രൈനോമിയൽ. അതായത് 3 ടേംസ് ഉണ്ടെങ്കിൽ ട്രൈനോമിയൽ, 2 ടേംസ് ആണെങ്കിൽ ബൈനോമിയൽ, 1 ടേം മാത്രമേ ഉള്ളെങ്കിൽ മോണോമിയൽ. അപ്പോൾ ഇതൊക്കെ പോളിനോമിയൽസിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ വേരിയബിളിൻ്റെ പവർ പോസിറ്റീവ് നാച്ചുറൽ നമ്പേഴ്സ് വരണം, അല്ലെങ്കിൽ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് വരണം. ഇപ്പോൾ x⁻0 എന്നാണ് പവറെങ്കിൽ അതൊരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ x⁻−1 ആണെങ്കിൽ അതിനെ നമുക്ക് പോളിനോമിയൽ എന്ന് പറയാൻ പറ്റിയല്ല. അതുപോലെ x⁻⁴ ഇങ്ങനെ ഒരു പവർ, അതായത് ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ, വേരിയബിളിൻ്റെ പവർ ഒരു ഫ്രാക്ഷൻ ആണെങ്കിൽ നമ്മളതിനെ പോളിനോമിയൽ എന്ന് പറയില്ല. അപ്പോൾ ഇത്രയൊക്കെ ബേസിക് കോൺസെപ്റ്റുകൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ഓരോ പ്രാക്ടിക്കൽ പ്രോബ്ലംസിലേക്ക് സാർ കിടക്കാൻ പോവുകയാണ്. ഇനി വരാൻ പോകുന്ന വീഡിയോസിൽ ലിമിറ്റഡ് ആയിട്ട് സാർ കുറച്ച് ലിമിറ്റഡ് പ്രോബ്ലംസ് ആണ് ചെയ്യുന്നത്. അപ്പം മക്കൾക്ക് കറക്റ്റായിട്ട് കോൺസെപ്റ്റ് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എക്സാമിനേഷനെ ഈസി ആയിട്ട് നേരിടാം. നിങ്ങളുടെ സ്കൂളിൽ പഠിപ്പിക്കുന്ന, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന ടീച്ചർമാർ പഠിപ്പിക്കുന്നതെല്ലാം ഒന്നും മിസ് ചെയ്യാതെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ, സാറിൻ്റെ ഈ വീഡിയോസ് കണ്ടതിന് ശേഷം ആ ടീച്ചർമാർ പഠിപ്പിക്കുന്നതും കൂടി പഠിച്ചു കഴിഞ്ഞാൽ മാത്സിൽ നല്ല സ്കോർ ചെയ്യാം. സാർ ഇത്രയൊക്കെയാണ് ചെയ്തത്. സാറിൻ്റെ ഒരു ട്യൂഷൻ ടീച്ചർ ഒരു ബേസിക് കോൺസെപ്റ്റ് പറഞ്ഞു തന്നു, അതിനെ ബേസ് ചെയ്താണ് സാർ പഠിച്ചത്. അങ്ങനെയാണ് സാർ BSc റാങ്ക് വാങ്ങിയത്. അപ്പോൾ കറക്റ്റായിട്ട് സാറിൻ്റെ എല്ലാ വീഡിയോസും മിസ് ചെയ്യാതെ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം.